അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഹിജ്റയ്ക്ക് ശേഷം മദീനയിൽ മുസ്ലിങ്ങൾക്ക് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ പ്രയാസങ്ങളിലൊന്ന് ശുദ്ധജലത്തിൻ്റെ ക്ഷാമമായിരുന്നു. ശുദ്ധജലമുള്ള ബിഉർ റൂമ എന്ന കിണർ ഒരു യഹൂദിയുടെ ഉടമസ്ഥയിലായിരുന്നു. വെള്ളം ലഭിക്കണമെങ്കിൽ വില കൊടുക്കണം. ദരിദ്രരായ സ്വഹാബികൾക്ക് അതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഈ സാഹചര്യം കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു: മൻ യശ്തരി ബിഉർ റൂമ ഫയജ്അലു ദൽവഹു മഅ ദിലാഇൽ മുസ്ലിമീൻ വലഹു ബിഹാ ഖൈറും മിൻഹാ ഫിൽ ജന്ന. റൂമാ കിണർ വാങ്ങി മുസ്ലിങ്ങൾക്ക് സൗജന്യമായി ഉപയോഗിക്കാൻ നൽകുന്നവർക്ക് സ്വർഗത്തിൽ അതിനേക്കാൾ ഉത്തമമായ പ്രതിഫലമുണ്ട്. ഈ വാക്കുകൾ കേട്ടപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഒരു നിമിഷം പോലും വൈകിക്കാതെ വലിയ വില നൽകി ആ കിണർ വാങ്ങി അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു. ആ സൽക്കർമ്മത്തിൻ്റെ പ്രതിഫലം ആ കിണർ ജനങ്ങൾ ഉപയോഗിക്കുന്ന കാലത്തോളം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കർമ്മപുസ്തകത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് യഥാർത്ഥ നിക്ഷേപം. ഇതാണ് മരണത്തെയും അതിജീവിക്കുന്ന കച്ചവടം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നു: മൻ ദല്ലദീ യുഖ്രിദുല്ലാഹ ഖർളൻ ഹസന ഫയുളാഇഫഹു ലഹു അദ്അഫൻ കസീറ. അല്ലാഹുവിനെ നല്ല കടം നൽകുന്നവൻ ആരാണ്? അള്ളാഹു അത് അവന് പല മടങ്ങ് വർദ്ധിപ്പിച്ചു കൊടുക്കുന്നതാണ്. സൂറത്തുൽ ബഖറ 245 ആയത്താണിത്. മറ്റിടത്ത് അല്ലാഹു തആല പറയുന്നു: ഇന്നാ നഹ്നു നുഹ്യിൽ മൗതാ വനക്തുബു മാ ഖദ്ദമു വആസാറഹും. നിശ്ചയമായും മരിച്ചവരെ നാം ജീവിപ്പിക്കും. അവർ മുന്നോട്ടയച്ചതും അവർ അവശേഷിപ്പിച്ച അടയാളങ്ങളും നാം രേഖപ്പെടുത്തുന്നതാണ്. ഈ ആയത്തിൽ വആസാറഹും എന്ന പദപ്രയോഗം എത്ര മനോഹരമാണ്! മനുഷ്യർ മരിച്ചാലും അവൻ അവശേഷിപ്പിച്ച നന്മയുടെ അടയാളങ്ങൾ നിലനിൽക്കുന്നിടത്തോളം അതിൻ്റെ പ്രതിഫലവും നിലനിൽക്കും. ഈ സത്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരു ഹദീസിൽ കൂടുതൽ വ്യക്തമായി പറയുന്നത്: ഇന്ന മിമ്മാ യൽഹഖുൽ മുഅ്മിൻ മിൻ അമലിഹി വസലാത്തിഹി ബഅദ മൗതിഹി ഇൽമൻ അല്ലമഹു വനശറഹു വവലദൻ സ്വാലിഹൻ തറകഹു വമുസ്ഹഫൻ വറസഹു ഔ മസ്ജിദൻ ബനാഹു ഔ നഹറൻ അജ്റാഹു ഔ സദഖത്തൻ അഖ്റജഹാ മിൻ മാലിഹി. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 7 കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. പഠിപ്പിച്ച അറിവ്, സ്വാലിഹായ സന്താനം, അനന്തരമായി നൽകിയ മുസ്ഹഫ്, നിർമ്മിച്ച പള്ളി, വഴിയാത്രക്കാർക്ക് ഒരുക്കിയ ഭവനം, ജനോപകാരപ്രദമായ ജലസൗകര്യം, ജീവിതകാലത്ത് ചെയ്ത ദാനധർമ്മങ്ങൾ, ഇവയെല്ലാം മരണശേഷവും അവസാനിക്കാത്ത നന്മകളാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മളിൽ പലരും വലിയ വീടുകൾ പണിയാനും ഭൂമി വാങ്ങാനും ബാങ്ക് അക്കൗണ്ട് നിറക്കാനുമാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഖബറിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന നിക്ഷേപം എത്രമാത്രം നാം ഒരുക്കിയിട്ടുണ്ട്? നമ്മുടെ മരണം സംഭവിച്ചാൽ പിന്നീട് നമ്മുടെ കൂടെ വരുന്നത് സമ്പത്തോ സ്ഥാനമോ അല്ല, അല്ലാഹുവിനു വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി ചെയ്ത സൽക്കർമ്മങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തെ സൽക്കർമ്മങ്ങളാൽ സമ്പന്നമാക്കട്ടെ. മരണശേഷവും ഖബറുകളിലേക്ക് നന്മകൾ ഒഴുകിയെത്തുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.